ടി.ജി. മോഹൻദാസിനെ അറസ്റ്റ് ചെയ്ത വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയുടെ പ്രധാനപ്പെട്ട നിരീക്ഷണം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. കേരള പോലീസിനെ അതിശക്തമായിട്ട് വിമർശിച്ചിരിക്കുകയാണ് കോടതി. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയപരമായിട്ടുള്ള വൈരാഗ്യത്തിന്റെ പേരിൽ ഒരു വ്യക്തിക്ക് നോട്ടീസ് കൊടുക്കാതെ ഇതുപോലെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ള ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് പോലീസ് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് നോട്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ ഒളിവിൽ പോകാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഉണ്ട്, അതുകൊണ്ട് ജാമ്യം അനുവദിക്കരുത് എന്നാണ്. അപ്പോ ഇത്രയും നാൾ ഈ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് ടി.ജി. മോഹൻദാസ് എവിടെയായിരുന്നു എന്നുള്ളൊരു ചോദ്യം ചോദിക്കുമ്പോൾ ടി.ജി. മോഹൻദാസ് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലാണ് പോലീസിന് മറുപടി കൊടുക്കേണ്ടി വരുന്നത്. അപ്പോ ഇവിടെ നമ്മൾ എല്ലാവരും മനസ്സിലാക്കുക, കോടതി എന്ന് പറഞ്ഞാൽ ഒരു തമാശ കളിക്കുന്ന സ്ഥലമായിട്ട് അല്ലെങ്കിൽ ഏത് കള്ളത്തരവും തങ്ങൾക്ക് അടിച്ചേൽപ്പിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ട് സംസ്ഥാന സർക്കാരും പോലീസും കരുതിയിട്ടുണ്ടെങ്കിൽ അത് വെറുതെയാണെന്നുള്ളത് തെളിയിച്ചിരിക്കുകയാണ്. അതിലൊരു സംശയമില്ല. ഇവിടെയുള്ള മതമൗലികവാദികളെയും അല്ലെങ്കിൽ രാഷ്ട്ര വിരുദ്ധ ശക്തികൾക്ക് കുടപിടിക്കുന്ന ആളുകളെയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് കോടതിയിൽ ചെന്ന് ഇതുപോലെ രാഷ്ട്രവാദിയായിട്ടുള്ള അല്ലെങ്കിൽ സാമൂഹിക വിഷയങ്ങളിൽ കൃത്യമായിട്ട് നിരീക്ഷണം നടത്തുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ടി.ജി. മോഹൻദാസിനെതിരെ ഇങ്ങനെ ഒരു കള്ളക്കേസ് ചുമത്താനുള്ള ഒരു സംവിധാനത്തിലേക്ക് പോകുമ്പോൾ ഒന്നുകൂടി ഇനി മുതൽ നിങ്ങൾ ഓർക്കുക, കോടതി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തമാശ കളിക്കാനുള്ള അല്ലെങ്കിൽ കൂത്താടാനുള്ള ഒരു സ്ഥലമല്ല എന്നുള്ളത് ആ കോടതിയിലെ ജഡ്ജി കൃത്യമായിട്ട് തന്നെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോ ഈ വിഷയത്തിൽ ടി.ജി. മോഹൻദാസ് വീട്ടിൽ തന്നെയുള്ള ആൾ എങ്ങനെയാണ് ഒളിവിലാണെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നത്? ടി.ജി. മോഹൻദാസിന്റെ വാഹന ജംഗമ വസ്തുക്കളെല്ലാം തന്നെ അവിടെയുണ്ട്. അദ്ദേഹത്തിന്റെ യാത്രാ സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവിധ വിഷയങ്ങളും അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ട്. നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ ചെല്ലുന്ന സമയത്ത് ചായ കുടിച്ചിരിക്കുന്ന ടി.ജി. മോഹൻദാസിനെയാണ് നിങ്ങൾക്ക് കാണാൻ സാധിച്ചത്. ആ വ്യക്തി എങ്ങനെയാണ് ഒളിവിൽ പോകും എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾക്ക് പറയാൻ സാധിക്കുക എന്നുള്ള രീതിയിലുള്ള കാര്യമാണ് കോടതി ചോദിച്ചത്. അപ്പോ കേരളത്തിൽ വർഷങ്ങളായിട്ട് സംഘപരിവാറിന്റെ പ്രവർത്തകരെയും നേതാക്കന്മാരെയും എല്ലാവരെയും വേട്ടയാടുന്ന തരത്തിലേക്കുള്ള ഒരുപാട് സംഭവ വികാസങ്ങൾ ഇവിടെ പല ഘട്ടങ്ങളായിട്ട് നടന്നിട്ടുണ്ട്. നമ്മൾക്കറിയാം, ശബരിമല വിഷയങ്ങൾ വന്ന സമയത്ത് എത്രയോ കേസുകളാണ് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കെതിരെ അല്ലെങ്കിൽ അയ്യപ്പ വിശ്വാസികൾക്കെതിരെ ഇവിടെ എടുത്തത്. ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസുകൾ പിൻവലിക്കുമെന്നെല്ലാം നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടടക്കം ഇവിടെ പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ പല ഘട്ടങ്ങളിലായിട്ട് പറഞ്ഞിരുന്നു. പക്ഷേ ഒരു കേസുകളും പിൻവലിക്കപ്പെട്ടിട്ടില്ല. ആ കേസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോഴും പോലീസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് അയ്യപ്പ ഭക്ത വിശ്വാസികൾ ഇപ്പോഴും കോടതികൾ കയറി ഇറങ്ങുന്നതിനുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളും കുറച്ചു നാൾ മുന്നേ തന്നെ പുറത്തു വന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ബി.ജെ.പി. സംഘപരിവാർ വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്ന പോലീസും അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർക്കൊപ്പം തന്നെ പോലീസും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വലിയ രീതിയിൽ തന്നെ എന്താ പറയാ ഒരു ശാഠ്യം പിടിച്ചുകൊണ്ട് കോടതിക്ക് മുന്നിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ കോടതി ഇതുപോലുള്ള കാര്യങ്ങൾ ചവിട്ടിക്കൂട്ടി കൊട്ടയിലിടുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കും. CJP എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ ഈ ഒരു സമയത്ത് കഴിഞ്ഞൊരു 2-3 മാസത്തിനിടയിൽ മാത്രം ഉത്ഭവിക്കപ്പെട്ടിട്ടുള്ള ഒരു പാർട്ടി എന്ന് പറയുന്ന സംവിധാനം ആരോ എന്തോ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ BJPക്കെതിരെ നരേന്ദ്രമോദിക്കെതിരെ വാളുമെടുത്ത് വരുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ, അദ്ദേഹത്തെ തെറി പറയുന്നു, അദ്ദേഹത്തിന്റെ കുടുംബത്തെ തെറി പറയുന്നു. ഇത് നിരന്തരമായിട്ട് സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ മറ്റ് ചാനലുകളിലും ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ കാണുന്ന സമയത്ത് നരേന്ദ്രമോദിയെ സപ്പോർട്ട് ചെയ്യുന്ന BJPയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ സ്വാഭാവികമായിട്ടുള്ള പ്രതികരണങ്ങൾ നടത്തും. അതിന്റെ പ്രതികരണങ്ങൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വ്യാപകമായിട്ട് ഈ പാർട്ടിയുടെ നേതാക്കന്മാർ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അതുപോലെയുള്ള തെറികളാണ് കേന്ദ്ര സർക്കാരിനെയും നരേന്ദ്രമോദിയൊക്കെ നിരന്തരമായിട്ട് ഇവർ പറയുകയും ഫ്ലെക്സ് ബോർഡുകൾ വെക്കുകയും അല്ലെങ്കിൽ പല ബോർഡുകൾ ഇങ്ങനെ ഉയർത്തി കാണിക്കുകയും എല്ലാം ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പൊ ഇത് നിരന്തരമായിട്ട് നമ്മുടെ രാജ്യത്ത് നടക്കാൻ പോകുന്ന ഒരു വലിയൊരു വിപത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണെന്നുള്ളത് സാധാരണ ജനങ്ങൾ മനസ്സിലാക്കിയതിന്റെ പേരിലാണ് തെറി വിളിച്ചവന്മാർ സ്വന്തം വീട്ടിലേക്ക് പോകുന്ന വഴി നാട്ടുകാർ വട്ടം കൂടി പഞ്ഞിക്കിടുന്ന ഒരു രീതിയൊക്കെ നമ്മൾ കാണും. അപ്പോൾ ഇത് തന്നെയാണ് ഇന്ത്യ മഹാരാജ്യത്ത് ഈ പാർട്ടി പോലെയുള്ള സംവിധാനങ്ങൾ രാജ്യവിരുദ്ധ ശക്തികൾക്ക് കുടപിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാധനങ്ങൾ തന്നെയാണെന്ന് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം പാകിസ്ഥാനെ വിമർശിച്ചുകൊണ്ട് ഇന്ത്യയുടെ കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദി അദ്ദേഹം ഒരു ട്വീറ്റ് ചെയ്ത സമയത്ത് ഇവിടെയുള്ള പാർട്ടിയുടെ നേതാവ് പാകിസ്ഥാനെതിരെ നടത്തിയ കരസേനാ മേധാവിയുടെ പ്രതികരണം ഉത്തരവാദിത്തമില്ലാത്തതാണെന്നുള്ള രീതിയിലേക്കാണ് ഈ സൗരവ് ദാസ് എന്ന് പറയുന്ന പാർട്ടിയുടെ ദേശീയ നേതാവ് ട്വീറ്റ് ചെയ്തിരിക്കുന്നത് അതിനെതിരെ. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കണം, നമ്മളെ രാജ്യത്ത് ഏതെല്ലാം തരത്തിൽ രാജ്യവിരുദ്ധ ശക്തികളെ ആരെല്ലാം എതിർക്കുന്നുവോ അവർക്ക് ഒരു
മൃദുവായിട്ടുള്ള രീതിയിൽ തടകി കൊടുക്കുന്ന തരത്തിലേക്കുള്ള നിലപാടിലേക്ക് ഇവിടെയുള്ള CJP പോലെയുള്ള പുതിയ പ്രൊട്ടസ്റ്റ് സംഘടനകൾ മുന്നോട്ട് വരുന്ന സമയത്ത് നമ്മളൊന്ന് മനസ്സിലാക്കണം, നമ്മുടെ നാട്ടിലുള്ള ജെൻസി കിഡ്സിനെ അടക്കം വലിയ രീതിയിൽ അപമാനിക്കാനും അവരെ അപകടത്തിൽപ്പെടുത്താനും തരത്തിലുള്ള നിലപാടുകളാണ് ഇവന്മാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾക്കറിയാം, പാർട്ടിയുടെ ഈ സമരവുമായി ബന്ധപ്പെട്ട് ന്യായമായ ആവശ്യം അതിൽ ഉൾപ്പെട്ടിട്ടുള്ളതിന്റെ പേരിലാണ് യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് രാജിവെക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. പക്ഷെ രാജിവെച്ച സമയത്തും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള മുൻ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ നാട്ടിലുള്ള ജൻസി യുവജനങ്ങളെ വലിയ രീതിയിൽ അപകടത്തിലാക്കുന്ന, പറ്റിക്കുന്ന, അവരെ വിദ്യാഭ്യാസ ജീവിതവും ഭാവിയും അപകടത്തിലാവുന്ന കേസുകളിൽ അകപ്പെടാനുള്ള സാധ്യത ഈ പ്രൊട്ടസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും നമ്മുടെ നാടിന്റെ ഒരു നാശത്തിലേക്ക് തന്നെയായിരിക്കും ഇതുപോലുള്ള കാര്യങ്ങൾ എത്തുക. അപ്പൊ അതിന്റെ പേരിൽ താൻ രാജിവെക്കുന്നതോടുകൂടി ഈ പ്രൊട്ടസ്റ്റ് അവസാനിക്കുമല്ലോ, കുട്ടികൾ അപകടത്തിലാവാനുള്ള സാധ്യതകൾ കുറയുമല്ലോ എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞിട്ടാണ് അദ്ദേഹം പോയത്. അത്രക്ക് വളരെ ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയിട്ടാണ് നമ്മുടെ രാജ്യത്തെ ഒരു മുൻ വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിൽ, അധിക്ഷേപിക്കപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിൽ, ആരോപണങ്ങൾക്ക് വിധേയമായി, അനാവശ്യമായിട്ടുള്ള ആരോപണങ്ങൾക്ക് വിധേയമായിട്ട് മുന്നോട്ട് പോയ വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം പോലും പറഞ്ഞത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, വിദ്യാഭ്യാസ മന്ത്രിക്ക് ഈ നീറ്റ് ചോർച്ച, പേപ്പർ ചോർച്ച വിഷയത്തിൽ എന്താണ് ബന്ധം എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് അതിൽ ഒരു തരത്തിലുമുള്ള ഒരു ശക്തമായിട്ടുള്ള നിലപാടെടുക്കാൻ സാധിച്ചിരുന്നില്ല. ഇതിലൊരു സുരക്ഷ കൊടുക്കാനായിട്ട് ഈ വിദ്യാഭ്യാസ മന്ത്രിക്ക് സാധിച്ചിരുന്നില്ല. അദ്ദേഹത്തിന്റെ പൂർണ്ണമായിട്ടും തെറ്റാണ് എന്നാണ് ഈ അഭിദീപ് അടക്കമുള്ള, സൗരവ് ദാസ് അടക്കമുള്ള പാർട്ടിയുടെ നേതാക്കന്മാർ ഓരോരുത്തരും നിരന്തരമായിട്ട് പറഞ്ഞത്. അപ്പൊ മറിച്ചൊന്ന് ചോദിക്കാമല്ലോ, ദില്ലിയിൽ വലിയ രീതിയിലുള്ള നിങ്ങൾ നടത്തിയുള്ള പ്രൊട്ടസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യാപകമായിട്ടുള്ള അക്രമങ്ങൾ, പൊതുമുതൽ നശിപ്പിക്കുന്ന രീതിയിലേക്കുള്ള അക്രമങ്ങൾ നടന്നിരുന്നു. റോഡുകളിലെ ക്യാമറകൾ തകർക്കുക, അതോടൊപ്പം തന്നെ പോലീസ് ബാരിക്കേഡുകൾ അടിച്ചു തകർക്കുക, പോലീസ് വാഹനങ്ങൾ അടിച്ചു തകർക്കുക, പോലീസുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ വാഹനങ്ങളും അതിഭീകരമായിട്ട് ആക്രമിച്ച് തകർക്കുക, പോലീസുകാരെയും മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരെയും ക്രൂരമായിട്ട് അതിക്രമിക്കുക. ഇതൊക്കെ ചെയ്ത സമയത്ത് നിങ്ങൾ നിങ്ങളുടെ സമരത്തിന്റെ ഭാഗമായിട്ട് വന്ന ആളുകൾ ചെയ്ത സമയത്ത് ഇതിന്റെ ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഈ പാർട്ടിയുടെ നേതാക്കന്മാർ ആരും തന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ നമ്മൾ ആലോചിക്കണം, നമ്മുടെ നാട്ടിൽ നിരന്തരമായിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് അവരുടെ അനുയായികളായിട്ടുള്ള ആളുകൾ അക്രമം നടത്തുമ്പോൾ അതിന്റെ ഉത്തരവാദിത്തം ഇവർ ഏറ്റെടുക്കുന്നില്ല, ഇതിൽ ഞങ്ങൾക്ക് പങ്കില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുമ്പോൾ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്കാണെന്ന് പറയുന്ന മറ്റൊരു മറുവാദവുമാണ് ഇവന്മാര് നിരന്തരമായിട്ട് നടത്തുന്നത്. ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ രാജ്യ വിരുദ്ധ ശക്തികൾക്ക് കുടപിടിക്കുന്ന രീതിയിലുള്ള ആളുകളാണ് നിങ്ങൾ എന്ന് കൃത്യമായിട്ട് പറയേണ്ടി വരും. അപ്പൊ ഇതുപോലെയുള്ള നിരന്തരമായിട്ടുള്ള കാര്യങ്ങൾ കാണുന്ന സമയത്ത് TG മോഹൻദാസിനെ പോലെയുള്ള ആളുകൾ പരസ്യമായിട്ടുള്ള പ്രതികരണങ്ങൾ നടത്തുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ രാജ്യത്തെ ഒരു രാജ്യസ്നേഹിയെ സംബന്ധിച്ച് ദില്ലിയിലെ ഈ CJP പ്രൊട്ടസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനുകൂലിക്കാൻ പറ്റാത്ത കാര്യങ്ങളായിരുന്നു അവിടെ 90% നടന്നു. തീവ്രവാദികളെ റിലീസ് ചെയ്യുക എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുക. അപ്പൊ ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്ന സമയത്ത് അതിനെതിരെ ശക്തമായിട്ടുള്ള നിലപാടെടുക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ട് ഇവിടുത്തെ ഒരു പൗരന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യമാണ്. അതിനെതിരെ നിങ്ങൾ ഏത് കോടതിയിൽ പോയാലും എന്ത് കേസ് കൊടുത്താലും കോടതി പോലും നിങ്ങൾക്കൊപ്പം നിൽക്കില്ല എന്നുള്ളതിന്റെ യഥാർത്ഥത്തിലുള്ള ഒരു പച്ചയായ സത്യമായിട്ടുള്ള ഒരു കിടുകിടലൻ തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കോടതി പോലീസിനെയും സർക്കാരിനെയും അതിരൂക്ഷമായിട്ട് വിമർശിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ TG മോഹൻദാസിന് ജാമ്യം നൽകിയിരിക്കുന്നത്.